ആദ്യം പോകുന്നത് കണ്ണൂരിലേക്കാണ്. കണ്ണൂരിലെ യാത്ര മുടങ്ങിയ ഒരു ബസിന്റെ കഥയാണ് റൈഡിംഗ് റിപ്പോർട്ടർ പറയാൻ പോകുന്നത്. യാത്രക്കാർ കൈവിട്ടതോടെ തലശ്ശേരിയിലെ ഡബിൾ ഡക്കർ ബസ് സർവീസ് നിർത്തി. പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി തലശ്ശേരിയിൽ എത്തിച്ച KSRTC ഡബിൾ ഡക്കർ ബസ്സാണ് ഓട്ടം നിർത്തിയത്. ഫെബ്രുവരി അവസാന വാരം തലശ്ശേരിയിൽ എത്തിച്ച ബസ്സാണ് 2 മാസം മാത്രം പിന്നിടുമ്പോൾ കട്ടപ്പുറത്താകുന്നത്. കണ്ണൂരിൽ നിന്നും സജോ ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ആദ്യം. പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് ഡബിൾ ഡക്കർ ബസ് തലശ്ശേരിയിൽ എത്തിച്ചത്. സർവീസ് തുടങ്ങി 2 മാസം പിന്നിടുമ്പോൾ ഡബിൾ ഡക്കർ ബസ് ഷെഡിൽ കയറ്റി. എന്താണ് കൊട്ടിഘോഷിച്ചെത്തിയ ഈ സർവീസിന് സംഭവിച്ചതെന്ന് പരിശോധിക്കാം. തിരുവനന്തപുരത്തും കൊച്ചിയിലും മാത്രമുണ്ടായിരുന്ന ഡബിൾ ഡക്കർ ബസ് തലശ്ശേരിയിലെത്തിയതോടെ തുടക്കത്തിൽ യാത്രക്കാർക്ക് കൗതുകം. യാത്രയുടെ തുടക്കം ഉത്സവത്തിമിർപ്പിൽ. എന്നാൽ കൗതുകവും ആവേശവും അധികം നീണ്ടുനിന്നില്ല. സ്ഥലം MLA കൂടിയായ സ്പീക്കർ AN ഷംസീർ മുൻകൈയെടുത്താണ് KSRTC ഡബിൾ ഡക്കർ ബസ് തലശ്ശേരിയിലെത്തിച്ചത്. തലശ്ശേരിയിൽ നിന്ന് തുടങ്ങി ഗുണ്ടർട്ട് ബംഗ്ലാവും കോട്ടയും പിന്നിട്ട് മാഹിയിലേക്കും തിരികെ ബൈപ്പാസിലൂടെ മുഴപ്പിലങ്ങാട് ബീച്ച് സന്ദർശിച്ച് തലശ്ശേരിയിലേക്കുമായിരുന്നു യാത്ര. ടിക്കറ്റ് നിരക്ക് 250 രൂപ. ക്രമേണ യാത്രക്കാർ കൈയൊഴിഞ്ഞു തുടങ്ങി. ബുക്കിംഗ് ഇല്ലാതായതോടെ ബസ് ഷെഡിൽ കയറി. നിലവിൽ അത് പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. സംഭവം തുടരണം എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് ഒരു ചരിത്ര നഗരിയായ തലശ്ശേരിയുടെ ടൂറിസം സാധ്യതകളെ കൂടുതൽ ഉത്തേജിപ്പിക്കുകയും അതിൽ കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പദ്ധതിയാണ്. പക്ഷേ ഇതിനകത്ത് പ്രായോഗികമായിട്ടൊരു ബുദ്ധിമുട്ട്, ഇതിൻ്റെ ടിക്കറ്റ് നിരക്കാണ് 250 രൂപ. അതും 40 പേർ ഒന്നിച്ച് ബുക്ക് ചെയ്താൽ മാത്രമേ ഈ ബസ് പുറപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ സ്വാഭാവികമായി ഇതിൻ്റെ നിരക്ക് കുറക്കണം. തലശ്ശേരി KSRTC ഡിപ്പോയ്ക്ക് മുന്നിലാണ്. ഇവിടെയാണ് ഡബിൾ ഡക്കർ ബസ് നിലവിൽ വിശ്രമിക്കുന്നത്. സർവീസ് പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. എന്നാൽ ബുക്കിംഗ് ഇല്ലാത്തതാണ് വെല്ലുവിളിയാകുന്നത്. ഉയർന്ന ടിക്കറ്റ് നിരക്കും കൊടും ചൂടുമാണ് യാത്രക്കാരെ അകറ്റിയത്. നാൽപ്പതോളം യാത്രക്കാരുണ്ടെങ്കിൽ ഡബിൾ ഡക്കർ യാത്രയ്ക്ക് തയ്യാറാണെന്ന് വിശദീകരിക്കുന്നു KSRTC അധികൃതർ. എന്നാൽ സർവീസ് മികച്ച നിലയിൽ തുടരണമെങ്കിൽ കൂടുതൽ ആകർഷകമായ പരിഷ്കാരങ്ങൾ വേണമെന്ന നിർദ്ദേശവുമുണ്ട്. ചൂടുമാറി മഴ വന്നാലും കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. മലബാറിലെ നഗരങ്ങൾ കണ്ണൂരായാലും തലശ്ശേരി ആയാലും ഏറ്റവും ഹോട്ട് സിറ്റിയാണ്, ഏറ്റവും ചൂടുള്ള സ്ഥലമാണ്. സ്വാഭാവികമായും ഫെബ്രുവരി മുതലുള്ള മാസങ്ങളിൽ യാത്രക്കാർ കുറയുവാനുള്ള ഒരു പ്രധാന കാരണം മേൽക്കൂരയില്ല എന്നുള്ളതാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ മേൽക്കൂര ഉണ്ടാക്കാൻ നമുക്കറിയാം, ഫിസിബിളായിട്ടുള്ള മേൽക്കൂര ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പം ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ കൂളിംഗ് സംവിധാനത്തിൽ തന്നെ മേൽക്കൂര ഉണ്ടാക്കി നഗരം കാണാൻ പറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ ചരിത്ര സംഭവ സ്ഥലങ്ങൾ കാണാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനം ഒരുക്കിയാൽ സ്വാഭാവികമായും ഇതിൽ ആൾക്കാർ കൂടും. ഇത് നമ്മുടെ കണ്ണൂർ നഗരവുമായി ബന്ധപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഏറ്റവും കണ്ണൂർ നഗരത്തിൽ ഇപ്പോൾ നമുക്കറിയാം ബേക്കൽ ഫോർട്ടായാലും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് ചരിത്ര സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ കണക്ട് ചെയ്ത് നേരെ തലശ്ശേരിയിലേക്ക് പോകുകയാണെങ്കിൽ സ്വാഭാവികമായും റെയിൽവേ സ്റ്റേഷനൊക്കെ ടച്ച് ചെയ്ത് തലശ്ശേരിയിലേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ യാത്രക്കാർ ഇതിനാശ്രയിക്കും എന്നുള്ള കാര്യത്തിൽ ആ സംശയമില്ല. മാർച്ച് ആദ്യവാരം നടന്ന തലശ്ശേരി കാർണിവൽ സമയത്തു മാത്രമാണ് സർവീസ് ലാഭകരമായിരുന്നത്. 30-ലധികം യാത്രക്കാർ ബുക്ക് ചെയ്താൽ മാത്രമാണ് സർവീസ് നടത്തുക. കുറഞ്ഞ ബുക്കിംഗിൽ സർവീസ് നടത്തിയാൽ വൻ നഷ്ടമാകും. ആദ്യ കൗതുകം മറികടന്നും നിലനിൽപ്പിനുതകുന്ന പദ്ധതി ആസൂത്രണം അനിവാര്യമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വേഗത്തിൽ ഷെഡിൽ കയറുമെന്ന് ചുരുക്കം. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യ, 24 കണ്ണൂർ.